അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കൊളംബിയ സർവകലാശാലയിൽ അദ്ദേഹം പഠിക്കുമ്പോൾ വിവിധ മതങ്ങളുടെ താരതമ്യ പഠനം എന്നൊരു പേപ്പർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ബ്രയാൻ എൽവേസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു എന്നുള്ള ഒരു ബിവൈൽഡറിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ക്രിസ്തീയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുനർജന്മത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരുന്നു എന്നാണ്. AD 325 റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനായ മഹാൻ കോൺസ്റ്റന്റൈനും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹെലനും കൂടി പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരുന്ന പുനർജന്മ സിദ്ധാന്തത്തെ യാതൊരു മടിയുമില്ലാതെ നീക്കം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. AD 553 സമ്മേളിച്ച രണ്ടാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ യോഗം പ്രസ്തുത തിരുത്തലിന് പ്രാബല്യം നൽകുകയും ചെയ്തു. അവരിൽ പലരും നാളിതുവരെ പഠിക്കാത്തതും യാതൊരു ബന്ധവുമില്ലാത്ത മറുഭാഷകൾ ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അറിഞ്ഞുകൂടാത്തൊരു ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത്, അതിന് നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ള ചില ശാസ്ത്ര തത്വങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ സ്ഥലം കാലിയാക്കുകയാണ് പതിവ്. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ഭാഷ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് കുറച്ച് റാഷണാലിറ്റി ഉപയോഗിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓം നമഃ ശിവായ. പുനർജന്മ വിശ്വാസങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. പുനർജന്മ വിശ്വാസങ്ങൾ നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതിനെ വെല്ലുവിളിക്കുന്ന ഒരുപാട് തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഉപോദ്ബലകമായ തെളിവുകൾ തരുന്ന ആധുനിക കാലത്തെ ഒരു വലിയ അപ്പോസ്തലനാണ് ഡോക്ടർ ബ്രയാൻ എൽവേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന് പറയുന്ന മലയാളത്തിലുള്ള പുസ്തകം, അതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരമ്പരാഗത മനഃശാസ്ത്ര തത്വങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഡോക്ടർ ബ്രയാൻ എൽവേസ് ചികിത്സയ്ക്കായി തൻ്റെ മുമ്പിലെത്തിയ കാതറിൻ്റെ പൂർവ്വജന്മ കാഴ്ചകൾ തുടക്കത്തിൽ അവിശ്വസിച്ചു. പക്ഷേ ഡോക്ടറുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു. അതൊരു തുടക്കമായിരുന്നു. അപ്പോൾ ആരാണ് ഡോക്ടർ ബ്രയാൻ എൽവേസ്? നമുക്ക് നോക്കാം. പ്രശസ്ത മനോരോഗ വിദഗ്ധനാണ്. ഫ്ലോറിഡയിലെ മിയാമിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി, യേൽ മെഡിക്കൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ബിരുദം. മിയാമിയിലെ മൗണ്ട് സിനായി മെഡിക്കൽ സെൻറ്ററിൽ ചെയർമാൻ എമിറേറ്റ്സ് ഓഫ് സൈക്യാട്രി. അന്താരാഷ്ട്ര സെമിനാറുകളും വർക്ക്ഷോപ്പുകളും പരിശീലന പരിപാടികളും നടത്തുന്നു. 7ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട്. 2 മലയാളത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ, മറ്റേത് ഒരേ ആത്മാവ് നിരവധി ശരീരങ്ങൾ. ഇനി ഈ പുസ്തകം നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണ പണിക്കരാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം. കെനിയ, നൈജീരിയ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക, ബ്രിട്ടൻ, ഇന്ത്യ എന്നിവിടങ്ങളിലായി 30 വർഷത്തെ അധ്യാപക പരിചയം. ഫണ്ടമെൻ്റൽസ് ഓഫ് ട്രിഗണോമെട്രി, ടെസ്റ്റ് ട്രെയിനർ, സാത്ത് മാത്സ് എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. മഹർഷി മഹേഷ് യോഗിയുടെ ദ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ പോക്കറ്റ് ബുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തിലെ ഒരു ചെറിയ പോർഷനാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കാതറിൻ എന്ന് പറയുന്ന പെൺകുട്ടി, അതൊരു സാങ്കല്പികമായ പേരാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ബ്രയാൻ എൽവേസ് അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ സ്വായത്തമാക്കിയിരുന്ന പലതരത്തിലുള്ള ഹിപ്നോട്ടിക് വിദ്യകളും പലതരത്തിലുള്ള സാമ്പ്രദായികമായിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ഈ കുട്ടിയിൽ പ്രയോഗിച്ചിട്ടും യാതൊരു മാറ്റവും വരാതിരുന്നപ്പോൾ ഇങ്ങനെ ആകസ്മികമായിട്ട് ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിൽ ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് തീയെയും വെള്ളത്തിനെയും ഒരുപോലെ പേടിയായിരുന്നു. ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി പ്രസന്നവതിയായി കാണപ്പെട്ടു. അടുത്ത ഹിപ്നോട്ടിക് സെഷന് വേണ്ടി കാതറിൻ ഓടിക്കയറി വന്നു. അവൾ മുമ്പത്തേക്കാൾ പ്രസന്നവതിയായി കാണപ്പെട്ടു. സസന്തോഷം എന്നോടൊരു കാര്യം പറഞ്ഞു.
മുങ്ങിമരണത്തെക്കുറിച്ച് ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന ഭയം അപ്രത്യക്ഷമായിരിക്കുന്നു. ശ്വാസം മുട്ടലിനെക്കുറിച്ചുള്ള ഭീതിയും വളരെ കുറഞ്ഞിരിക്കുന്നു. തകർന്നു പോകുന്ന ഒരു പാലവുമായി ബന്ധപ്പെട്ട് അവൾക്കുണ്ടായിരുന്ന ആ പേടി സ്വപ്നവും കുറഞ്ഞിരുന്നു. പൂർവ്വജന്മത്തെക്കുറിച്ച് വ്യക്തമായ ഓർമ്മകൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ബോധ മനസ്സിലേക്ക് അത് പൂർണ്ണമായും സംയോജിക്കപ്പെട്ടിരുന്നില്ല. പൂർവ്വജന്മം, പുനർജന്മം എന്നീ സിദ്ധാന്തങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിരുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൃത്യതയാർന്നതായിരുന്നു. ഇപ്പോൾ ബ്രയാൻ വെയ്സിനും കാതറീനും ഒക്കെ തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പുനർജന്മം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. തികഞ്ഞ ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ബ്രയാനൽ വെയ്സ്. മാത്രമല്ല അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ഇപ്പോൾ ഒരു ജൂ ആയിരുന്നത് കൊണ്ട് തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരിക്കലും തന്നെ പുനർജന്മം എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാതറിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ പഠിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും ഇറാഷണലായുള്ള കാര്യങ്ങളെയാണ് നമ്മൾ റാഷണലായിട്ട് കണക്കാക്കി ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം. പൂർവ്വജന്മത്തിലെ കാഴ്ചകളും ശബ്ദങ്ങളും മണവും നിറവും എല്ലാം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം കാതറീനുണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ വളരെയേറെ കൃത്യതയാർന്നതായിരുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. ഓരോ ജന്മങ്ങളുടെ ഇടയിലുമുള്ള, അവൾ ധാരാളം ജന്മങ്ങൾ റിവീൽ ചെയ്തു, ഓരോ ജന്മങ്ങളിലും ഇടയിലുള്ള ഗ്യാപ്പുകളും ഒക്കെ വളരെയേറെ കൃത്യത ഉള്ളതായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, പുനർജന്മം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആത്മാവുമായിട്ട് സംസാരിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും പറ്റില്ല. പക്ഷേ ഈ ഓരോ ജന്മങ്ങളുടെയും ഇടയിലുണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ചില ഗ്യാപ്പുകളുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ളൊരു വിശ്രമകാലം എന്നാണ് ഡോക്ടർ ബ്രയാനൽ വെയ്സ് ആ ഒരു കാലഘട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് പുതിയ പുതിയ അനുഭവങ്ങൾ നേടുന്നതിന് വേണ്ടി ആത്മാക്കൾ സ്വീകരിക്കുന്ന ഓരോ വേഷങ്ങളാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് വളരെ ലാഘവമാർന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രസ്തുത അനുഭവങ്ങൾക്ക് അത്രമാത്രം തീവ്രതയുണ്ടായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവൾ അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് കാതറിൻ വിശ്വസിച്ചിരുന്നു. അതിൽ അല്പം പോലും സംശയവുമില്ലായിരുന്നു. എന്നിരുന്നാലും സ്വന്തം വിശ്വാസ പ്രമാണങ്ങളുമായി ഈ അനുഭവങ്ങളും ഓർമ്മകളും എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എന്ന് അവൾ സ്വയം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കൊളംബിയ സർവകലാശാലയിൽ അദ്ദേഹം പഠിക്കുമ്പോൾ വിവിധ മതങ്ങളുടെ താരതമ്യ പഠനം എന്നൊരു പേപ്പർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ബ്രയാനൽ വെയ്സ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു എന്നുള്ള ഒരു ബിവൈൽഡറിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ക്രിസ്തീയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുനർജന്മത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരുന്നു എന്നാണ്. AD 325 റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനായ മഹാൻ കോൺസ്റ്റന്റൈനും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹെലനും കൂടി പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരുന്ന പുനർജന്മ സിദ്ധാന്തത്തെ യാതൊരു മടിയുമില്ലാതെ നീക്കം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. AD 553 സമ്മേളിച്ച രണ്ടാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ യോഗം പ്രസ്തുത തിരുത്തലിന് പ്രാബല്യം നൽകുകയും ചെയ്തു. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ഇടപെടലിന് മധ്യസ്ഥവർഗം കയറി വരുന്നതിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ജോൺ മിൽട്ടൺ എന്ന കവി അദ്ദേഹത്തിൻ്റെ ലിസിഡസ് എന്ന് പറയുന്ന കവിതയിൽ കട്ട് ത്രോട്ട് ഡോഗ്സ് എന്നാണ് ഇങ്ങനെയുള്ള വിഭാഗത്തിനെ, അല്ലെങ്കിൽ മധ്യവർത്തികളായി വരുന്ന ആളുകളെ വിശേഷിപ്പിച്ചത്. റെഫർമേഷനും റിനൈസാൻസും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഇതൊന്നിനും ഒരു വിവാദമുണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല. ശരിക്കും ജീസസ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമെല്ലാം എൻ്റെ അരികിലേക്ക് വരൂ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന് പറയുന്നു. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മീഡിയോക്കറായിട്ടുള്ള അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കൾട്ടായിട്ട് മാറുകയും അവിടെ അതിശക്തരായ പുരോഹിത വർഗ്ഗങ്ങൾ ഉണ്ടായി വരികയും ചെയ്ത കാഴ്ച എല്ലാ മതങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരുവനും അവൻ്റെ ഉള്ളിൽ ഏറ്റവും ലളിതമാകുമ്പോഴാണ്, ഏറ്റവും സിമ്പിളാകുമ്പോഴാണ് അവൻ്റെ മനോമുകുരത്തിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള ദർശനം എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി പങ്കുവയ്ക്കുന്നു എന്നുള്ള ഒരു വാർത്തയും നമുക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മതനിന്ദയായി പ്രഖ്യാപിച്ചു. മനുഷ്യമോചനത്തിന് പുനർജന്മ സിദ്ധാന്തം കൂടുതൽ സമയം കൊടുക്കുന്നുണ്ടെന്നും തദ്വാര മനുഷ്യരിലുള്ള സഭയുടെ നിയന്ത്രണം ബലഹീനപ്പെടുകയും ചെയ്യും എന്നും അവർ കണക്കുകൂട്ടി. ക്രിസ്തീയ മതസഭയുടെ ആദ്യകാലത്തിലെ പുരോഹിതന്മാർ പുനർജന്മ സിദ്ധാന്തം അംഗീകരിച്ചിരുന്നതായി കാണുന്നു. ആദ്യകാല നൗസ്റ്റിക്കുകൾ അല്ലെങ്കിൽ തത്വവാദികൾ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിഗൻ,
സെൻറ്റ് ജെറോമിയ പോലുള്ളവർ പൂർവ്വകാലത്തിൽ വിശ്വസിച്ചിരുന്നെന്നും ഇനിയും പുനർജനിക്കുമെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ബ്രയൻ വെയ്സ് പറയുകയാണ്, ജൂതനായ ഞാൻ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. എൻ്റെ ആദ്യകാല മതപരമായ പരിശീലനങ്ങൾ മരണശേഷം നിലനിൽക്കുന്ന ആത്മാവിൻ്റെ തുടർച്ചയെക്കുറിച്ച് അവ്യക്ത രൂപത്തിൽ പറഞ്ഞിരുന്നു. എങ്കിലും എനിക്ക് പ്രസ്തുത ആശയം വിശ്വാസത്തിലെടുക്കാനായില്ല. അപ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, തികഞ്ഞ യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനായിരുന്ന, അതോടൊപ്പം തന്നെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിരുന്ന, ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ബ്രയൻ എൽ വെയ്സിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും കടപുഴക്കി എറിഞ്ഞ അനുഭവ പരമ്പരകളാണ് പിന്നീട് സംഭവിച്ചത്. അപ്പോൾ അതിൽ ബ്രയൻ എൽ വെയ്സ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന കാതറീൻ്റെ ഒരു ജന്മത്തെക്കുറിച്ച് പറയുന്നത് നമുക്കിവിടെ വായിക്കാം. അദ്ദേഹം പറയുന്നു, ഞാനിതുവരെ പറഞ്ഞത് ഞാനെന്ന മനോചികിത്സകൻ്റെ പശ്ചാത്തലമാണ്. അപ്പോഴാണ് കാതറീൻ എന്ന പെൺകുട്ടി 1863 BC ജീവിച്ച അരോണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതാ വന്നിരിക്കുന്നു കാതറീൻ വീണ്ടും. അവൾ സന്തോഷവതിയായി കാണപ്പെട്ടു. ഇനിയും ഹിപ്നോട്ടിസത്തിനായി കാതറീൻ സമ്മതിക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഉത്സാഹഭരിതയായി അടുത്ത ഹിപ്നോട്ടിസത്തിന് സഹകരിക്കുകയും നിദ്രയിലേക്ക് ഒരിക്കൽ കൂടി വഴുതി വീഴുകയും ചെയ്തു അവൾ. ഇനി ആ അനുഭവമാണ് പറയുന്നത്. ഞാൻ പുഷ്പഹാരങ്ങൾ വെള്ളത്തിലേക്ക് എറിയുകയാണ്. ഇത് മതപരമായ ഒരു ചടങ്ങാണ്. എനിക്ക് സ്വർണ്ണ നിറമുള്ള മുടിയാണുള്ളത്. അത് പിന്നിയിട്ടിരിക്കുന്നു. സ്വർണ്ണ നിറമുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കാലിൽ ചെരുപ്പുമുണ്ട്. ഇവിടെ ആരോ മരിച്ചിരിക്കുന്നു. രാജധാനിയിലെ ആരോ ആണ്. രാജമാതാവാണ് മരിച്ചത്. ഞാൻ രാജകൊട്ടാരത്തിലെ സേവകയാണ്. ഭക്ഷണശാലയിലാണ് എൻ്റെ ജോലി. എനിക്ക് മൃതശരീരത്തിൻ്റെ ഗന്ധം കിട്ടുന്നുണ്ട്. മരണപ്പെട്ടതിന് ശേഷം മൃതശരീരം 30 ദിവസത്തേക്ക് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വയ്ക്കും. അങ്ങനെ ശരീരം ഉണങ്ങിപ്പോകും. പിന്നീട് അവയവങ്ങൾ വേർതിരിച്ചെടുക്കും. കാതറീൻ ഹിപ്നോനിദ്രയിൽ അരോണ്ടയുടെ പൂർവ്വജന്മത്തിലെ മറ്റൊരു സമയത്തെ ചരിത്രം വിവരിക്കുകയായിരുന്നു. മരണശേഷം ശരീരം സൂക്ഷിച്ചു വയ്ക്കുന്ന പ്രക്രിയയിൽ അവൾ സഹായിക്കുകയായിരുന്നു. കാതറീൻ തുടർന്നു, മറ്റൊരു കെട്ടിടത്തിൽ കുറേ മൃതശരീരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ മൃതശരീരങ്ങൾ പൊതിഞ്ഞു വയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആത്മാവ് തുടർന്നും ജീവിക്കുന്നു. പിൽക്കാലത്തെ മെച്ചപ്പെട്ട വേറൊരു ജീവിതത്തിലേക്ക് മരണപ്പെട്ടയാൾ അവശ്യ വസ്തുക്കളും കൂടെ കൊണ്ടുപോകും. പാശ്ചാത്യരായ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പൂർവ്വകാലത്തെ ഈജിപ്തുകാരുടെ മരണാനന്തര ജീവിത വിശ്വാസങ്ങളെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു കാതറീൻ. പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രീയ പ്രബന്ധങ്ങൾക്ക് വേണ്ടി അത്യധികം ആകാംക്ഷയോടുകൂടി അമേരിക്കയിലെ പല മെഡിക്കൽ ലൈബ്രറികളിലും ഞാൻ കയറിയിറങ്ങി. ബ്രയൻ വെയ്സ് പറയുകയാണ്, അതിൻ്റെ ഫലമായി വെർജീനിയ സർവകലാശാലയിലെ മനോചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ MD-യുടെ പുനർജന്മത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ലേഖനം എനിക്ക് ലഭ്യമായി. ഡോക്ടർ സ്റ്റീവൻസൺ 2000 കുട്ടികൾക്കുണ്ടായ പുനർജന്മ ഓർമ്മകളെക്കുറിച്ച് സവിസ്തരം പഠിച്ചിരുന്നു. അവരിൽ പലരും നാളിതുവരെ പഠിക്കാത്തതും യാതൊരു ബന്ധവുമില്ലാത്ത മറുഭാഷകൾ ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അറിഞ്ഞുകൂടാത്തൊരു ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത്. അതിന് നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ള ചില ശാസ്ത്ര തത്വങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ സ്ഥലം കാലിയാക്കുകയാണ് പതിവ്. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ഭാഷ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് കുറച്ച് റാഷണാലിറ്റി ഉപയോഗിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. തമിഴ് അറിഞ്ഞുകൂടാത്ത ഗംഗ നാഗവല്ലിയായി മാറുമ്പോഴത്തേക്ക് തമിഴ് പറയുന്നു, പാട്ടുകൾ പാടുന്നു, നൃത്തം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരാളിൻ്റെ മനോമണ്ഡലം മറ്റൊരാളിൻ്റെ മനോമണ്ഡലവുമായിട്ടൊരു ഇക്വിലിബ്രിയത്തിൽ വരുമ്പോഴാണ് ആ ആൾ ഈ ആളായിട്ട് മാറുന്നതെന്നാണ്. എന്നുവെച്ചാൽ അവിടെ നമുക്കറിയാം, അവിടെ ഒരു തരം സന്നിവേശം സംഭവിക്കുന്നു, ആ എനർജി നമ്മളിലേക്ക് ആക്സസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കതിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു സാധ്യത. ഇപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ മെമ്മറീസ് കീപ്പ് ചെയ്യുന്ന പല ആളുകളും അവരുടെ ഇതുമാതിരിയുള്ള സന്നിവേശങ്ങളിൽ അവരുടെ ബുദ്ധിയുടെ പ്രത്യേകമായ മണ്ഡലങ്ങളിലേക്ക് കൂടുമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവർ ഈ പറയുന്ന ഭാഷകൾ സംസാരിക്കുന്നു. കാരണം മനസ്സ് എന്ന് പറയുന്നത് അനാദിയായ ഒന്നാണെന്ന് പറയുന്നു. നമ്മുടെ മനസ്സ് എത്രത്തോളം പ്രാചീനമാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പ്രാചീനമായ ഈ മനസ്സ് അതിൻ്റെ പല തലങ്ങളിലായിട്ട് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഭാഷകളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ജീവിതചര്യകളുണ്ട്. ചില പ്രത്യേകമായ നിമിഷങ്ങളിൽ ഇവ വെളിപ്പെട്ട് വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അഭിനന്ദനാർഹമായ ഗവേഷണ പ്രക്രിയയിലൂടെ
സസൂക്ഷ്മം വീക്ഷിച്ച് നിരീക്ഷിച്ച പ്രബന്ധമായിരുന്നു ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൻ്റേത്. എഡ്ഗാർ മിച്ചലിൻ്റെ ശാസ്ത്രീയമായ പ്രബന്ധവും ഞാൻ വായിച്ചു. ഡ്യൂക്ക് സർവകലാശാലയിലെ അതീന്ദ്രിയ ജ്ഞാനത്തെ ESP അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെക്കുറിച്ചുള്ള നിലവിലുള്ള രേഖകൾ വായിച്ചു. ബ്രൗൺ സർവകലാശാലയിലെ പ്രൊഫസർ CJ ഡ്യൂക്കാസിൻ്റെ പേപ്പറുകൾ വായിച്ചു. ഡോക്ടർ മാർട്ടിൻ എബോൺ, ഡോക്ടർ ഹെലൻ വംബാക്ക്, ഡോക്ടർ ജഡ്ഗുഡ് ഷിമൻഡർ, ഡോക്ടർ ഫെഡറിക് ലെൻസ്, ഡോക്ടർ എഡ്ത്ത് ഫിയോർ എന്നിവയുടെ പ്രബന്ധങ്ങൾ സവിസ്തരം പഠന വിധേയമാക്കി. കൂടുതൽ വായിക്കും തോറും ഇനിയും കൂടുതൽ വായിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മനുഷ്യ മനസ്സിനെക്കുറിച്ച് സാമാന്യം നല്ല അറിവുണ്ടായിരുന്നു എന്ന് സ്വയം ധരിച്ചിരുന്ന എനിക്ക് തെറ്റിപ്പോയിരിക്കുന്നു. മനസ്സിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന അറിവ് ഒട്ടും തന്നെ അഗാധമല്ലായിരുന്നു. അനേകം വായനശാലകൾ മനസ്സിനെക്കുറിച്ച് സവിസ്തരം പഠിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും അത്തരം പുസ്തകങ്ങൾ നിലവിലുണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല. ഈ കാര്യത്തിൽ ഗവേഷണങ്ങൾ നടത്തി വസ്തുതകളെ പുനരവലോകന പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് വിഖ്യാതരായ ശാസ്ത്രജ്ഞന്മാരും ഭിഷഗ്വരന്മാരുമാണ്. അവരെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? എല്ലാവരും കബളിക്കപ്പെട്ടിരിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണർന്നു. അനുകൂലമായ തെളിവുകൾ വലിയ കൂമ്പാരമായി എൻ്റെ മുന്നിൽ കിടന്നിട്ടും സംശയം ബാക്കി നിന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പുതിയ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തൻ്റെ തെറ്റുകൾ സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ അജ്ഞതയെ സമ്മതിക്കുകയാണ്. കാരണം ഈ ചെറിയൊരു കാലം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ തുലവും തുച്ഛമാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വിസ്തൃതമായ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഭാരതീയ സങ്കല്പത്തിൽ പറയുന്നുണ്ട്, അവനവനെക്കുറിച്ചുള്ള അറിവാണ് അറിവിൻ്റെ ആരംഭം. അതായത് നിങ്ങളെ തന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കൂ, നിങ്ങളെ തന്നെ അറിയാൻ ശ്രമിക്കൂ. ആരാണ് നിങ്ങൾ? ആ ചോദ്യത്തിൻ്റെ പിറകെയുള്ള ശരിയായുള്ള അന്വേഷണം നമ്മളെ ശരിയായ ജീവിത തലത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് നമ്മൾ ഓരോരുത്തരും? ആ ഒരു ചോദ്യം ഒരു വളരെ തീവ്രമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ വീഴട്ടെ. നമ്മളെ തന്നെ പഠിക്കുകയും നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ലോകത്തിൻ്റെ ഈ പറയുന്ന എല്ലാ രഹസ്യങ്ങളുടെയും വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. Thank you very much for your patient listening. Thank you very much.